ലോകത്തിപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എക്കോ ടൂറിസം മേഖലയ്ക്ക് സംസ്ഥാനത്തെ ടൂറിസത്തിലും പ്രാധാന്യം നൽകുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണിത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക. കേരളത്തെക്കുറിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് നല്ല അഭിപ്രായമാണ്. തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷണൽ സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന പദ്ധതി 99.99 ലക്ഷം രൂപ ചെലവാക്കിയാണ് നിർമ്മിക്കുക. ഒന്നാം ഘട്ടത്തിൽ പാറയുടെ മുകളിലേക്ക് കയറാനുള്ള പടവുകൾ, ശൗചാലയം, കുടിലുകൾ, സൂചനാ ഫലകങ്ങൾ, പാറയ്ക്ക് മുകളിലെ തുറസായ സ്റ്റേജ്, മഴവെള്ള സംഭരണി, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടക്കും. തൂങ്ങാംപാറ എക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്ന മന്ത്രി, കേരള ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ടെന്നും അതിനായി കേരളത്തിലെ വൻകിട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനം ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വർഷം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഇക്കോ ടൂറിസം വിഭാഗത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് കേരള വനം വന്യജീവി വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ആലപ്പുഴയിലെ പുന്നപ്ര ബീച്ചും അതിനോട് ചേർന്നുള്ള കസുവാരന തോട്ടവും ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിച്ചിരുന്നു. ഇത് സംസ്ഥാനത്തെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം സെറ്റായി മാറുമെന്നും അധികൃതർ പറഞ്ഞു. എക്കോ ബീച്ചിന്റെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിന് 41 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്.